എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ദോശയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ പലതരത്തിലും ദോശ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളോ ചട്നിയോ ഒന്നും ആവശ്യമില്ല, നമുക്കിത് മാത്രമായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കൂട്ട് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന തക്കാളി എന്ന് പറയുന്നത് നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 ദോശയ്ക്കുള്ള അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദോശ തയ്യാറാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ടൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യായാലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം, നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് നല്ല ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശമാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശമാവ് തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് റെഡിയാക്കില്ല, അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് 1-2 തവി അതിനകത്തേക്ക് എടുത്തൊഴിക്കുക. നമ്മൾ സാധാരണ ദോശ ചുറ്റിച്ചെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ട് ആ ഒരു തവിക്ക് ഒരു ചെറിയ തവി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മസാലയൊന്നും അധികം ആവേണ്ട ആവശ്യമില്ല, ഈ ഒരളവ് തന്നെ ഒരു ദോശയ്ക്ക് മതിയാകും. എന്നിട്ട് നമുക്ക് ആ തവി വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഭാഗം റെഡി ആയതിന് ശേഷം തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഈ ഒരു ഭാഗം മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക്
ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അട്ടിപ്പൊളി സൂപ്പർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ചട്നിയോ സാമ്പാറോ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ നല്ല മധുരമുള്ളൊരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ദോശ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്